പ്രിയപ്പെട്ടവരെ നമസ്കാരം. സാക്ഷരതാ മിഷൻ്റെ +2 തുല്യതാ പരീക്ഷയിലെ ഹിസ്റ്ററിയിലെ ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അക്ഷരകൈരളിയിൽ പ്രസിദ്ധീകരിച്ച മാതൃകാ ചോദ്യപേപ്പറിലെ ചില ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഹാരപ്പൻ കേന്ദ്രങ്ങളിലെ കരകൗശല ഉൽപ്പാദനം വിശകലനം ചെയ്യുക. വിവിധ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തപ്പെട്ട വിവിധ തരം നിർമ്മിത വസ്തുക്കൾ കരകൗശല മേഖലയിൽ അവർ കൈവരിച്ച നേട്ടങ്ങൾ വ്യക്തമാക്കുന്നവയാണ്. വിവിധ തരം നിർമ്മിത വസ്തുക്കൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവ അവരുടെ കരകൗശല മേഖലയിലെ വൈദഗ്ധ്യം കാണിക്കുന്നവയാണ്. കരകൗശല ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാൻഹുന്താരോ ആയിരുന്നു. ചാൻഹുന്താരോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കരകൗശല ഉൽപ്പാദന കേന്ദ്രം. കൺമണി മാലകളുടെ നിർമ്മാണത്തിൽ ഹാരപ്പൻ ജനത വിദഗ്ധരായിരുന്നു. മാണിക്യം, സൂര്യകാന്തം, സ്ഫടികം തുടങ്ങിയവ ഉപയോഗിച്ച് അവർ ശാലകൾ നിർമ്മിച്ചിരുന്നു. തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാഗേശ്വർ, ബാലാക്കോട്ട് എന്നീ നഗരങ്ങൾ കക്കകൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വിദഗ്ധരായിരുന്നു. തീരപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന നാഗേശ്വർ, ബാലാക്കോട്ട് എന്നീ നഗരങ്ങൾ കക്കകൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വിദഗ്ധരായിരുന്നവരാണ്. ഇവിടെ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ദൂഷിതമായ കിഴക്കിൻ്റെ ചിത്രമാണ് ഫ്രാങ്കോയിസ് ബെർണിയർ അവതരിപ്പിക്കുന്നത്. സമർത്ഥിക്കുക. സൂചനകൾ തന്നിട്ടുണ്ട്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും താരതമ്യം ചെയ്യുന്നു. ഭൂ ഉടമസ്ഥത എന്ന പ്രശ്നം. പാശ്ചാത്യ സൈദ്ധാന്തികരുടെ മേലുള്ള സ്വാധീനം. ഫ്രഞ്ചുകാരനായിരുന്ന ഫ്രാങ്കോയിസ് ബെർണിയർ ഒരു ഡോക്ടറും രാഷ്ട്രീയ തത്വചിന്തകനും ചിത്രകാരനുമായിരുന്നു. ഫ്രഞ്ചുകാരനായിരുന്നു ഫ്രാങ്കോയിസ് ബെർണിയർ. ഡോക്ടർ, രാഷ്ട്രീയ തത്വചിന്തകൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1656 മുതൽ 1668 വരെയുള്ള 12 വർഷങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രനായ ദാരുഷ്കോ രാജകുമാരൻ്റെ ഡോക്ടർ എന്ന നിലയിലാണ് ഇദ്ദേഹം മുഗൾ കൊട്ടാരവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്. ബർണിയർ ഇന്ത്യയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളുമായി നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിവരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ കാര്യങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഫ്രഞ്ച് രാജാവായ ലൂയി 14 അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ബർണിയറുടെ ഗ്രന്ഥമായ ട്രാവൽസ് ഇൻ മുഗൾ എംപയർ, വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ച, പുനരാലോചന എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ട്രാവൽ ഇൻ ദ മുഗൾ എംപയർ എന്നതാണ്. ഇതിൽ വിമർശനാത്മകമായ ഉൾക്കാഴ്ചയും വിശദമായ നിരീക്ഷണങ്ങളും പുനരാലോചനയുമുണ്ട്. മുഗളരുടെ ചരിത്രത്തെ ഒരു സാർവലൗകിക ചട്ടക്കൂടിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബർണിയറുടെ അഭിപ്രായത്തിൽ മുഗൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ ഒന്ന് മുഗൾ ഇന്ത്യയിൽ ഭൂമിയുടെ സ്വകാര്യ സ്വത്തവകാശം ഇല്ല എന്നതാണ്. മുഗൾ ഇന്ത്യയിൽ ഭൂമിയുടെ സ്വകാര്യ സ്വത്തവകാശം ഇല്ല എന്നതാണ്. ഭൂമിയുടെ മേലുള്ള രാജാവിൻ്റെ ഉടമസ്ഥാവകാശം രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഹാനികരമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഭൂമിയുടെ മേലുള്ള രാജാവിൻ്റെ ഉടമസ്ഥാവകാശം രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഹാനികരമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഭൂമിയുടെ മുകളിലുള്ള രാജകീയ ഉടമസ്ഥതയെ അദ്ദേഹം എതിർക്കുന്നത് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി അവരുടെ മക്കൾക്ക് കൈമാറാൻ കഴിയുന്നില്ല. ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി അവരുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയെ പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും യാതൊരുവിധ താൽപ്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് കൃഷിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കുലീനരായ ഭരണവർഗത്തിൻ്റേതൊഴികെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരത്തെ അത് തകർത്തു. ബർണിയർക്ക് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെ വിലയിരുത്തുന്നത് ഇപ്രകാരമായിരുന്നു: മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും
അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അതുപോലെ തന്നെ അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും തകർന്നടിഞ്ഞതും ദുഷിച്ച വായുവിൻ മലീമസവുമായിരുന്നു. അപ്പം മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും തകർന്നടിഞ്ഞവയാണ്, ദുഷിച്ച വായു കൊണ്ട് മലിനമായതുമായിരുന്നു. രാജ്യത്തെ പാടങ്ങൾ കുറ്റിക്കാടുകളും രോഗകാരികളായ ചതുപ്പുകളും നിറഞ്ഞതാണ്. രാജ്യത്തെ പാടങ്ങൾ കുറ്റിക്കാടുകളാണ്, അതുപോലെ രോഗകാരികളായിട്ടുള്ള ചതുപ്പുകളും നിറഞ്ഞതാണ്. ബർണിയറുടെ വിവരണങ്ങൾ 18-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പാശ്ചാത്യ സൈദ്ധാന്തികരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന മൊണ്ടസ്ക്യൂ ബർണിയറുടെ വിവരണങ്ങൾ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മൊണ്ടസ്ക്യൂ തൻ്റെ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണ്ണ അധികാരമുണ്ടായിരുന്നു എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. എല്ലാ ഭൂമിയും രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിയും പ്രഭുക്കന്മാരും ഒഴികെയുള്ള മറ്റെല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ചക്രവർത്തിയും പ്രഭുക്കന്മാരും ഒഴികെ മറ്റുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ജീവിച്ചിരുന്നത്. ഈ ആശയത്തെ 19-ാം നൂറ്റാണ്ടിൽ കാറൽ മാക്സ് വികസിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത സങ്കല്പത്തെ ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്നാണ്, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്ന് വിളിക്കുന്നു. ബർണിയർ തൻ്റെ വിവരണത്തിൽ ഇന്ത്യ യൂറോപ്പിൻ്റെ നേർവിപരീതമാണ് എന്നാണ് പറയുന്നത്. യൂറോപ്പിൻ്റെ മികവിന് പ്രാധാന്യം നൽകിയ അദ്ദേഹം തൻ്റെ രചനയിൽ ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇന്ത്യ പാശ്ചാത്യ ലോകത്തേക്കാൾ താഴ്ന്നതാണെന്ന തോന്നൽ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. ഹാരപ്പൻ നഗരത്തെ എത്രയായി തരംതിരിക്കാം? ഹാരപ്പൻ നഗരങ്ങളെ 2ആയി തരംതിരിക്കാം. കോട്ട എന്നും കീഴ്പട്ടണം എന്നും. കോട്ട എന്നത് ഭരണാധികാര കേന്ദ്രമാണ്. കോട്ട ഭരണാധികാര കേന്ദ്രമായിരുന്നു. കീഴ്പട്ടണം ജനങ്ങളുടെ താമസ സ്ഥലമാണ്. ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? വനനശീകരണം, കാലാവസ്ഥ മാറ്റം, അമിതമായ പ്രളയങ്ങൾ, നദിയുടെ ഗതിയിലുണ്ടായ മാറ്റങ്ങൾ, നദി വറ്റി വരണ്ടത്, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, ആര്യൻ ആക്രമണം. ഒന്നും കൂടി പറയാം: വനനശീകരണം, കാലാവസ്ഥയിലുണ്ടായ മാറ്റം, അമിതമായിട്ടുള്ള പ്രളയങ്ങൾ, നദിയുടെ ഗതിയിലുണ്ടായ മാറ്റങ്ങൾ, നദികൾ വറ്റി വരണ്ടത്, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം, ആര്യനാക്രമണം എന്നിവയാണ്. 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തിയാർജിച്ച ഒന്നായിരുന്നു മഗധ. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? 1. മഗധയിലെ ഭൂമി ഫലഭൂയിഷ്ഠമായിരുന്നു. ഫലഭൂയിഷ്ഠമായിരുന്ന പ്രദേശമാണ് മഗധയിൽ ഉണ്ടായിരുന്നത്. അത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. മറ്റൊന്ന് ഇരുമ്പിൻ്റെ വൻതോതിലുള്ള നിക്ഷേപമാണ്. ഇരുമ്പിൻ്റെ വൻതോതിലുള്ള നിക്ഷേപം ഇത് മികച്ച ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും ഉണ്ടാക്കാൻ അവരെ സഹായിച്ചു. മറ്റൊന്ന് സൈന്യത്തിൽ ആനകളെ ഉപയോഗിച്ചിരുന്നു. ആനകളെ ഉപയോഗിച്ചതുകൊണ്ട് പല യുദ്ധങ്ങളിലും വിജയിക്കാൻ അവർക്ക് സാധിച്ചു. ഗംഗയും അതിൻ്റെ പോഷക നദികളും കുറഞ്ഞ ചെലവിലുള്ള ഗതാഗത വാർത്താവിനിമയ സൗകര്യം പ്രദാനം ചെയ്തു. ഗംഗയും അതിൻ്റെ പോഷക നദികളും കുറഞ്ഞ ചെലവിലുള്ള ഗതാഗത വാർത്താവിനിമയ സൗകര്യം നൽകുകയുണ്ടായി. മഗധയിലെ ആദ്യ തലസ്ഥാനമായിരുന്ന രാജഗ്രഹവും പിന്നത്തെ തലസ്ഥാനമായ പാട്ലിപുത്രയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ എന്നിവർ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു. വനത്തിൽ നിന്ന് ആവശ്യമായ തടി ലഭിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമാണ് ഗംഗാനദിയിലൂടെയുള്ള ജലഗതാഗതം. ശക്തന്മാരായ രാജാക്കന്മാർ വനത്തിൽ നിന്നുള്ള തടിയുടെ ലഭ്യത, ആനകളെ യുദ്ധത്തിൽ ഉപയോഗിച്ചത്, ഇരുമ്പിൻ്റെ വൻതോതിലുള്ള നിക്ഷേപം. അശോക ധമ്മ രാജ്യത്ത് ഐക്യവും
സൗഹൃദവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ ആവിഷ്കരിച്ച നയമാണ് ധർമ്മ എന്നത്. രാജ്യത്ത് ഐക്യവും സൗഹൃദവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ ആവിഷ്കരിച്ച നയമായിരുന്നു ധമ്മ. സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന പദത്തിൻ്റെ പ്രാകൃത രൂപമാണ് ധമ്മ. ധമ്മ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ ധർമ്മ മഹാമാത്രന്മാർ എന്ന പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. ധമ്മ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്നവരെ ബഹുമാനിക്കുക, അഹിംസ, മതസഹിഷ്ണുത, സഹാനുഭൂതി, അടിമകളോടും പരിചാരകന്മാരോടും ദയാപൂർവം പെരുമാറുക എന്നതെല്ലാമായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുക, അഹിംസ, മതസഹിഷ്ണുത, സഹാനുഭൂതി, അടിമകളോടും പരിചാരകന്മാരും ദയാപൂർവം പെരുമാറുക എന്നിവയായിരുന്നു. ജൈനമതം, ബുദ്ധമതം എന്നിവ താരതമ്യപ്പെടുത്താൻ നോക്കാം. ജൈനമതം അഹിംസക്ക് പ്രാധാന്യം നൽകി. ജൈനമതം അഹിംസക്ക് പ്രാധാന്യം നൽകി വേദ ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അഹിംസക്ക് പ്രാധാന്യം നൽകി വേദ ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു. പ്രാകൃത ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ പിന്തുടരാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ശിലാസ്തംഭങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ബുദ്ധമതം അഹിംസയായിരുന്നു പ്രധാന തത്വം. ആചാരങ്ങളെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകി. ആചാരങ്ങളെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകി. പാലി ഭാഷയിൽ രചിച്ച ത്രിപിടകങ്ങളാണ് ബുദ്ധമതത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. പ്രചരണത്തിന് വേണ്ടി സംഘങ്ങൾ രൂപീകരിച്ചു. നിരവധി ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി. നളന്ദ, തക്ഷശില, വിക്രമശില എന്നീ സർവകലാശാലകൾ സ്ഥാപിക്കുകയും ഇവ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമാവുകയും ചെയ്തു. അൽബറൂണി എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. മറ്റൊരു ചോദ്യം, ഇബ്നു ബത്തൂത്ത അറബിയിൽ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമേതാണ്? റിഹ്ല. ഇബ്നു ബത്തൂത്ത എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് റിഹ്ല. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ഒട്ടേറെ വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന കൃതിയാണ് റിഹ്ല. സൂഫിസം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് സൂഫികൾ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരായിരുന്നു സൂഫികൾ. അവർ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ടാണ് കണ്ടത്. അവർ ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി കണ്ടു. സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. ഇവരുടെ വാസസ്ഥലം ഖാൻഗാഹുകൾ എന്ന് അറിയപ്പെട്ടു. ഗുരു നാനാക്ക് ഉത്തരേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ഗുരു നാനാക്ക്. ബാഹ്യമായ മതാചാരങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. നിർഗുണ ഭക്തിയുടെ വക്താവായിരുന്നു അദ്ദേഹം. നിർഗുണ ഭക്തിയുടെ വക്താവ്. ബാഹ്യമായ മതാചാരങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. യാഗങ്ങൾ, ആചാരപരമായ സ്നാനങ്ങൾ, വിഗ്രഹാരാധന, കഠിനനിഷ്ഠകൾ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്നിവയെ അദ്ദേഹം നിരാകരിച്ചു. ദൈവം നാമത്തെ ഓർമ്മിക്കുന്നതിലൂടെയും ആവർത്തിച്ച് പറയുന്നതിലൂടെയും ദൈവവുമായി കൂടിച്ചേരാമെന്ന ലളിതമായ മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ദൈവനാമത്തെ ഓർമ്മിക്കുന്നതിലൂടെയും ആവർത്തിച്ച് പറയുന്നതിലൂടെയും ദൈവവുമായി കൂടിച്ചേരാമെന്ന ലളിതമാർഗം അദ്ദേഹം നിർദ്ദേശിച്ചു. പഞ്ചാബി ഭാഷയിൽ എഴുതിയ ഷബാദ് എന്ന കീർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്നത്. ഷബാദ് എന്ന കീർത്തനങ്ങളിലൂടെയാണ്.
ഗുരുനാനാക്ക് തൻ്റെ അനുയായികളെ ഒരു സമുദായമായി സംഘടിപ്പിച്ചു. സംഘം ചേർന്നുള്ള ആരാധനയ്ക്ക് അദ്ദേഹം നിയമങ്ങൾ രൂപീകരിച്ചു. തൻ്റെ ശിഷ്യരിൽ ഒരാളായ അങ്കാദിനെ തൻ്റെ പിൻഗാമിയായ ഗുരുവായി അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യം 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. ഭരണത്തിൻ്റെ തലവൻ രാജാവായിരുന്നു. സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ അവർ തിരിച്ചിരുന്നു. സംഗമ, സലുവ, തുളുവ, അരവിഡു എന്നിവ 4 രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഗമ, സലുവ, തുളുവ, അരവിഡു ഈ വിജയനഗര സാമ്രാജ്യ ചരിത്രം പറയുമ്പോൾ ഈ 4 രാജവംശങ്ങളെ ഓർക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളായിരുന്നു ഇവ. വിജയനഗര സാമ്രാജ്യത്തിൽ ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാരം ഉണ്ടായിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുതിരകളെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഗുണനിലവാരമുള്ള കുതിരകളെ അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും അവർ വാങ്ങിയിരുന്നു. അറബി വ്യാപാരികളും കുതിരച്ചെട്ടികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാരുമായിരുന്നു കുതിര വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിച്ച കല്ലുകൾ എന്നിവയുടെ വ്യാപാരം നടക്കുന്ന കമ്പോളങ്ങളുടെ പേരിലും വിജയനഗരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിജയനഗര ഭരണാധികാരികൾ രായർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മികച്ച ഭരണാധികാരി കൃഷ്ണദേവരായർ ആയിരുന്നു. തുളുവ വംശജൻ ആയിരുന്നു അദ്ദേഹം തുളുവ വംശജത്തിലെ അംഗമായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് സാമ്രാജ്യ അതിർത്തികൾ വിപുലീകരിക്കപ്പെട്ടു. മാത്രമല്ല സാമ്രാജ്യം കൂടുതൽ ഏകീകരിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം വിജയനഗരത്തിനടുത്ത് നാഗലപുരം എന്ന പേരുള്ള ഒരു കൊച്ചു പട്ടണം അദ്ദേഹം പണി കഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നാഗലപുരം എന്ന ഒരു കൊച്ചു പട്ടണം പണിതത്. അദ്ദേഹം മനോഹരങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് ആകർഷകമായ ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചതും കൃഷ്ണദേവരായരായിരുന്നു. രാഷ്ട്രഭരണത്തെ സംബന്ധിച്ച് തെലുങ്ക് ഭാഷയിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അമുക്ത മലയദ എന്നത് കൃഷ്ണദേവരായരുടെ കൃതിയാണ്. അത് തെലുങ്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. കൃതിയുടെ പേര് അമുക്ത മലയദ. മഹാനവമി ദിബ്ബ വിജയനഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് മഹാനവമി ദിബ്ബയായിരുന്നു. 40 അടി ഉയരവും 11,000 അടി വിസ്തീർണവുമുള്ള വിശാലമായ ഒരു മണ്ഡപമാണ് ഇത്. മഹാനവമി ദിബ്ബ 40 അടി ഉയരമുണ്ടായിരുന്നു. 11,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ ഒരു മണ്ഡപമായിരുന്നു മഹാനവമി ദിബ്ബ. ഇതിൻ്റെ തറഭാഗം കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു. മഹാനവമി ദിബ്ബ കേന്ദ്രീകരിച്ച് നിരവധി ആചാരങ്ങൾ നടന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി നടത്തപ്പെടുന്ന മഹാനവമി ആഘോഷമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമായിരുന്നു അത്. വിജയനഗര ഭരണാധികാരികൾ തങ്ങളുടെ ശക്തിയും അന്തസ്സും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇതിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. മറ്റൊരു മനോഹരമായ കെട്ടിടമായിരുന്നു ലോട്ടസ് മഹൽ. ഏറ്റവും വലിയ കെട്ടിടം രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം രാജാവിൻ്റെ കൊട്ടാരം ആയിരുന്നു. മുഗൾ സാമ്രാജ്യകാലത്തെ കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ. കാർഷിക സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ കൃഷിജോലികളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും സജീവമായി പങ്കെടുത്തിരുന്നു. വിത്ത് നടുക, കള പറിക്കുക, മെതിക്കുക തുടങ്ങിയ കാർഷിക ജോലികളാണ് അവർ ചെയ്തിരുന്നത്. വിത്ത് നടുക, കള പറിക്കുക, മെതിക്കുക തുടങ്ങിയ കാർഷിക ജോലികൾ സ്ത്രീകൾ ചെയ്തിരുന്നു. പാടത്ത് മാത്രമല്ല, തൊഴിൽദാതാവിൻ്റെ വീട്ടിലും ആവശ്യമെങ്കിൽ കമ്പോളങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു. കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു.
കാർഷിക ജോലികൾ കുടുംബാംഗങ്ങൾ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. കുടുംബം കൂടുതൽ കുട്ടികളെ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രസവ നിരക്ക് വളരെ കൂടുതലായിരുന്നു. പോഷകാഹാരക്കുറവ്, തുടർച്ചയായ ഗർഭധാരണം തുടങ്ങിയവ സ്ത്രീകളുടെ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. മുഗൾ ദിനവൃത്താന്തങ്ങൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അബുൽ ഫസൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ അക്ബർനാമ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രരേഖയാണ്. അബുൽ ഫസൽ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ കൃതിയാണ് അക്ബർനാമ. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രരേഖയാണിത്. ഇത് 3 ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു. ഇതിൽ 3-ാം ഭാഗമായ ഐ അക്ബരി, മുഗൾ ഭരണ സംവിധാനം, സൈന്യം, റവന്യൂ വ്യവസ്ഥ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഐ അക്ബരി എന്ന 3-ാം ഭാഗത്തിൽ മുഗൾ ഭരണ സംവിധാനം, സൈന്യം, റവന്യൂ വ്യവസ്ഥ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. സമകാലിക സംഭവങ്ങളെ ചരിത്രപരമായി കോർത്തിണക്കാൻ ഈ കൃതി സഹായിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? തൃപ്പടി ദാനം വഴി തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും പത്മനാഭദാസനായി ഭരണം നടത്തുകയും ചെയ്തു. തൃപ്പടി ദാനം വഴി തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നു, പത്മനാഭദാസനായി ഭരണം നടത്തുകയും ചെയ്തു. 8 വീട്ടിൽ പിള്ളമാർ, യോഗക്കാർ തുടങ്ങിയ പ്രാദേശിക പ്രഭുക്കന്മാരുടെ ശക്തി അടിച്ചമർത്തി കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചു. 8 വീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും തുടങ്ങിയ പ്രാദേശിക ശക്തികളെയെല്ലാം അടിച്ചമർത്തി കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ, അത് 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി മിലിറ്ററി സംവിധാനം നവീകരിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും തൻ്റെ മിലിറ്ററി സംവിധാനം നവീകരിക്കുകയും ചെയ്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം ഭരണകൂടത്തിൻ്റെ കുത്തകയാക്കി മാറ്റുകയും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം ഭരണകൂടത്തിൻ്റെ കുത്തകയാക്കി മാറ്റുകയും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പഴശ്ശി സമരങ്ങൾ. കോട്ടയം രാജാവായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ വീരോചിതമായ സമരമാണിത്. കോട്ടയം രാജാവായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ വീരോചിതമായ സമരം. 1-ാം പഴശ്ശി സമരം 1793 മുതൽ 1797 വരെയാണത്. കോട്ടയത്തെ നികുതി പിരിവ് അവകാശം പഴശ്ശിയെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവന് നൽകിയതിനെതിരെയായിരുന്നു ഇത്. കമ്പനി ഒടുവിൽ പഴശ്ശിയുമായി ഒത്തുതീർപ്പിലാകുന്നുണ്ട്. കോട്ടയത്തെ നികുതി പിരിവ് അവകാശം പഴശ്ശി രാജാവിനെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ ഏൽപ്പിച്ചതായിരുന്നു കാരണം. ഒടുവിൽ കമ്പനിയുമായി പഴശ്ശി രാജാവ് ഒത്തുതീർപ്പിലെത്തുന്നുണ്ട്. 2-ാം പഴശ്ശി സമരം 1800 മുതൽ 1805 വരെയാണ്. വയനാട് കീഴടക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമത്തിനെതിരെയായിരുന്നു ഇത്. തലക്കൽ ചന്തു, കൈതേരി അമ്പു തുടങ്ങിയവരുടെ സഹായത്തോടെ കുറിച്യർക്കൊപ്പം ചേർന്ന് അദ്ദേഹം ഗറില്ല യുദ്ധമുറ സ്വീകരിക്കുകയുണ്ടായി. 1805 നവംബർ 30 അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഇനി ലിഖിതങ്ങളുടെ പരിമിതികൾ എന്തെല്ലാം നോക്കാം. ലിഖിതങ്ങളുടെ പരിമിതികൾ. 1, സാങ്കേതിക പരിമിതികളാണ്. പല പഴയ ലിഖിതങ്ങളിലെയും അക്ഷരങ്ങൾ മങ്ങിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട്. പഴയ ലിഖിതങ്ങളിലെയും അക്ഷരങ്ങൾ മങ്ങിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായി വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നാശാവശിഷ്ടങ്ങൾ. കാലപ്പഴക്കം കൊണ്ട് പല ശിലാശാസനങ്ങളും തകർന്നു പോയതിനാൽ വിവരങ്ങൾ അപൂർണമാണ്. കാലപ്പഴക്കം കൊണ്ട് പല ശിലാശാസനങ്ങളും തകർന്നു പോയിട്ടുള്ളത് കൊണ്ട് അതിലെ വിവരങ്ങൾ അപൂർണമാണ്. ആശയ പരിമിതികൾ. ലിഖിതങ്ങൾ പലപ്പോഴും നിർമ്മിച്ച രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ
കാഴ്ചപ്പാടുകൾ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ലിഖിതങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള രാജാക്കന്മാരുടെയോ പ്രഭുക്കന്മാരുടെയോ കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഇതിലുള്ളത്. സാധാരണക്കാരുടെ അവഗണന, സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം, അവരുടെ ദുരിതങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയൊന്നും ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണക്കാരുടെ അവഗണനയാണ് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം, അവരുടെ ദുരിതങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയും തന്നെ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മുഗൾ ഗ്രാമീണ ജീവിതത്തിലെ പഞ്ചായത്തിൻ്റെ പങ്ക് വിലയിരുത്തുക. ഗ്രാമത്തിലെ മുതിർന്നവരും ഭൂമിയുടെ അവകാശികളുമായ ആളുകൾ ചേർന്നതായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമത്തിലെ മുതിർന്നവരും ഭൂമിയുടെ അവകാശികളുമായ ആളുകൾ ചേർന്നതായിരുന്നു മുഗൾ കാലത്തെ ഗ്രാമപഞ്ചായത്തുകൾ. ഇതിൻ്റെ തലവനെ മുഖദ്ദം അല്ലെങ്കിൽ മണ്ഡൽ എന്നാണ് മുഖദ്ദം അല്ലെങ്കിൽ മണ്ഡൽ എന്ന് വിളിച്ചിരുന്നു. നികുതി മാനേജ്മെൻറ്റ്. ഗ്രാമത്തിലെ മൊത്തം നികുതി കൃത്യമായി കണക്കാക്കി ബ്രിട്ടീഷ് അല്ലെങ്കിൽ മുഗൾ പ്രതിനിധികൾക്ക് നൽകുന്നത് പഞ്ചായത്തിൻ്റെ ചുമതലയായിരുന്നു. ഗ്രാമത്തിലെ മൊത്തം നികുതി കൃത്യമായി കണക്കാക്കി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മുഗൾ പ്രതിനിധികൾക്ക് നൽകുന്നത് പഞ്ചായത്തിൻ്റെ ചുമതലയായിരുന്നു. ക്രമസമാധാനവും തർക്കപരിഹാരവും. ഗ്രാമത്തിലെ ജാതി തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുകയും ജാതി നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഗ്രാമത്തിലെ ജനങ്ങളിലെ ജാതി തർക്കങ്ങൾ, അതുപോലെ അതിർത്തി തർക്കങ്ങൾ എന്നിവയെല്ലാം പരിഹരിച്ചു. ജാതി നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പൊതുപ്രവർത്തനങ്ങൾ. ക്ഷാമകാലത്തും വെള്ളപ്പൊക്ക കാലത്തും ജനങ്ങളെ സഹായിക്കുക, കനാൽ നിർമ്മാണം, സാമൂഹിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക എന്നിവ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ പൊതുപ്രവർത്തനങ്ങളിൽ ക്ഷാമകാലത്തും വെള്ളപ്പൊക്ക സമയത്തുമെല്ലാം ജനങ്ങളെ സഹായിക്കുക, അതുമാത്രമല്ല കനാൽ നിർമ്മാണം, സാമൂഹിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക എന്നിവ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, 1857 കലാപത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ശിപായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ആ കലാപത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? കമ്പനി ഭരണത്തിൻ്റെ അവസാനം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി നിർത്തലാക്കുകയും ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റും വിക്ടോറിയ രാജ്ഞിയും നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി നിർത്തലാക്കുന്നു. ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റും വിക്ടോറിയ രാജ്ഞിയും നേരിട്ട് ഏറ്റെടുക്കുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം സ്വദേശി രാജാക്കന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇനിമേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഉറപ്പ് നൽകി. സ്വദേശി രാജാക്കന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇനിമേൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നും ഉറപ്പ് നൽകി. സൈനിക മാറ്റങ്ങൾ. ഭാവിയിൽ കലാപങ്ങൾ തടയുന്നതിനായി സൈന്യത്തിൽ ഇന്ത്യൻ ഭടന്മാരുടെ എണ്ണം കുറയ്ക്കുകയും യൂറോപ്യൻ സൈനികരുടെ അനുപാതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പീരങ്കിപ്പട പോലുള്ള പ്രധാന വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. പീരങ്കിപ്പട പോലുള്ള പ്രധാന വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനം. ഈ കലാപം പരാജയപ്പെട്ടുവെങ്കിലും ഭാവിയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വലിയ ആവേശവും അടിത്തറയും ഇത് നൽകുകയുണ്ടായി. മഹായാന ബുദ്ധമതത്തിൻ്റെ സവിശേഷതകൾ. ഈ വിഭാഗം ബുദ്ധനെ ഒരു ദൈവമായി ആരാധിക്കുകയും ബുദ്ധൻ്റെ പ്രതിമകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വിഭാഗം ബുദ്ധനെ ഒരു ദൈവമായി ആരാധിക്കുകയും ബുദ്ധൻ്റെ പ്രതിമകൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ മുക്തിക്കായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന ആശയത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകുകയുണ്ടായി. മറ്റുള്ളവരുടെ മുക്തിക്കായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന ആശയത്തിന് ഇവർ പ്രാധാന്യം നൽകി. അഞ്ചാം റിപ്പോർട്ട് എന്നാൽ എന്ത്? ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും നികുതി പിരിവ് രീതികളെയും കുറിച്ച് പഠിച്ച് 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച അഞ്ചാമത്തെ ഔദ്യോഗിക റിപ്പോർട്ടാണിത്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെയും നികുതി പിരിവ് രീതികളെയും കുറിച്ച് പഠിച്ച് 1813 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച
അഞ്ചാമത്തെ ഔദ്യോഗിക റിപ്പോർട്ട്. മറ്റൊരു ചോദ്യം, സിയാറത്ത്, ഖവാലി എന്നിവ തമ്മിലുള്ള വ്യത്യാസമെന്ത്? സിയാറത്ത് എന്നത് സൂഫി വര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളായ ദർഗകളിലേക്ക്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അനുഗ്രഹം തേടി നടത്തുന്ന ആത്മീയ സന്ദർശനമാണ്. സൂഫി വര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളായ ദർഗകളിലേക്ക്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അനുഗ്രഹം തേടി നടത്തുന്ന ആത്മീയ സന്ദർശനം. ഖവാലി സൂഫി സന്യാസിമാരുടെ സദസ്സുകളിൽ ദൈവസ്തുതികളും ആത്മീയ പ്രണയവും ഉൾപ്പെടുത്തി ആലപിക്കുന്ന ഭക്തിഗാനരൂപമാണ് ഖവാലി എന്നത്. സൂഫി സന്യാസിമാരുടെ സദസ്സുകളിൽ ദൈവസ്തുതികളും ആത്മീയ പ്രണയവും ഉൾപ്പെടുത്തി ആലപിക്കുന്ന ഭക്തിഗാനരൂപമാണ് ഖവാലി. ഇനി ദീൻ ഇലാഹിയെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ്. അക്ബർ ചക്രവർത്തി 1582 രൂപീകരിച്ച ഒരു മതസമന്വയ ആശയമാണ് ദീൻ ഇലാഹി. അക്ബർ ചക്രവർത്തി 1582 രൂപീകരിച്ച ഒരു മതസമന്വയ ആശയം എല്ലാ മതങ്ങളിലെയും നല്ല മൂല്യങ്ങളെയും സഹിഷ്ണുതയെയും ഉൾക്കൊണ്ടുകൊണ്ട് പരമമായ സമാധാനവും ധാർമ്മികതയും വളർത്തിയെടുക്കലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നല്ല മൂല്യങ്ങളെയും സഹിഷ്ണുതയെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങളിലെയുമാണ് കേട്ടോ. അതിൽ നിന്ന് പരമമായ സമാധാനവും ധാർമ്മികതയും വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, സാഞ്ചി സ്തൂപം അതിജീവിക്കുകയും അമരാവതിക്ക് അത് സാധ്യമാകാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ബുദ്ധൻ്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അടക്കം ചെയ്ത മേടുകളാണ് സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത്. ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ നിർമ്മിക്കുന്ന പാരമ്പര്യം നിലനിന്നിരുന്നു. പിന്നീട് ഇത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒന്നായി മാറുന്നതാണ്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചതിന് മുകളിലാണ് സ്തൂപങ്ങൾ പണിതുയർത്തിയത്. അതിനാൽ ബുദ്ധൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒരു അടയാളം എന്ന നിലയിലാണ് അവയെ ആരാധിക്കപ്പെടുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ജോൺ മാർഷൽ ആയിരുന്നു. ഭോപ്പാൽ ഭരണാധികാരികളായിരുന്ന ഷാജഹാൻ ബീഗവും ജഹാൻ ബീഗവും ഈ സ്തൂപത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ചിരുന്നു. ഭോപ്പാൽ ഭരണാധികാരികളായിരുന്ന ഷാജഹാൻ ബീഗം അതുപോലെ തന്നെ ജഹാൻ ബീഗവും ഈ സ്തൂപത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ചു. സാഞ്ചിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അമരാവതിയിലെ സ്തൂപത്തിൻ്റെ അവസ്ഥ. 1796 അമരാവതിയിലെ നാട്ടുരാജാവ് ഒരു അമ്പലം പണിയാൻ നിശ്ചയിച്ചു. അപ്പോഴാണ് അദ്ദേഹം അമരാവതിയിലെ സ്തൂപാവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. സ്തൂപത്തിലെ കല്ലുകൾ ഉപയോഗിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്താൻ തീരുമാനിച്ചു. ഗുണ്ടൂരിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ എലിയറ്റ് അമരാവതി സന്ദർശിച്ചപ്പോൾ അവിടെ നിന്ന് ഒട്ടേറെ ശില്പങ്ങൾ മദ്രാസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1850കളിൽ അമരാവതിയിൽ നിന്നുള്ള ഒട്ടനവധി ശില്പങ്ങൾ മദ്രാസിലെ ഇന്ത്യൻ ഓഫീസിലേക്കും കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ പോലുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോവുകയുണ്ടായി. ചില ശില്പങ്ങൾ ലണ്ടനിലേക്കും കടത്തിക്കൊണ്ടുപോയി. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പൂന്തോപ്പുകൾ അവ അലങ്കരിച്ചു. സാഞ്ചി സ്തൂപം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട സ്തൂപമായിരുന്നു അമരാവതിയിലെ സ്തൂപം. അക്കാലത്ത് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പണ്ഡിതന്മാർക്ക് വേണ്ടത്ര ബോധവാന്മാരായിരുന്നില്ല. 1818 സാഞ്ചി കണ്ടെത്തിയത്. അതിൻ്റെ 4 കവാടങ്ങളിൽ 3 അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. 4ാമത്തേത് താഴെ വീണ് കിടക്കുകയായിരുന്നു. തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. കവാടങ്ങൾ ലണ്ടനിലേക്ക് അല്ലെങ്കിൽ പാരീസിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ യൂറോപ്യന്മാർ ശ്രമിച്ചെങ്കിലും ഭോപ്പാലിലെ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം അവ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ അമരാവതിയിലെ സ്തൂപാവശിഷ്ടങ്ങൾ അവിടുത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ പലയിടത്തോട്ട് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്തൂപങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പണ്ഡിതന്മാർ പോലും ബോധവാന്മാരായിരുന്നില്ല. എന്നാൽ സാഞ്ചിയിലെ സ്തൂപങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം അത് സംരക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അമരാവതിയിലെ സ്തൂപത്തിന് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണവും ലഭിക്കാത്തതിനാൽ അതിൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അതൊരു അപ്രധാനമായൊരു ചെറു മൺമേടായി നിലകൊള്ളുന്നു.
വിജയനഗരത്തിലെ രാജകീയ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും 2 കെട്ടിടങ്ങളുടെ പേര്. മഹാനവമി ദിബ്ബ, ലോട്ടസ് മഹൽ. അടുത്ത ചോദ്യം, മഹാഭാരതം പോലെയുള്ള കൃതികൾ പരിശോധിക്കുമ്പോൾ ചരിത്രകാരന്മാർ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്? മഹാഭാരതം പോലുള്ള കൃതികൾ പഠനവിധേയമാക്കുമ്പോൾ ചരിത്രകാരന്മാർ നിരവധി ഘടകങ്ങൾ കണക്കെടുക്കാറുണ്ട്. ഏത് ഭാഷയിലാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടത്? സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണോ അതോ വരേണ്യവർഗം ഉപയോഗിക്കുന്ന ഭാഷയാണോ എന്ന കാര്യം. സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാണോ ആ കൃതി എഴുതിയത് എന്ന് ശ്രദ്ധിക്കണം. ഗ്രന്ഥങ്ങൾ ഏത് തരത്തിൽ പെട്ടവയാണ്? അവ മന്ത്രങ്ങളാണോ കഥകളാണോ എന്ന കാര്യം നോക്കണം. മന്ത്രങ്ങളാണോ കഥകളാണോ? ഗ്രന്ഥകാരൻ്റെ വീക്ഷണം എന്താണ് എന്ന് പരിശോധിക്കണം. ഏതുതരം വായനക്കാരെ അഥവാ ഏതുതരം ശ്രോതാക്കളെയാണ് ഗ്രന്ഥകർത്താവ് അഭിസംബോധന ചെയ്യുന്നത് എന്ന കാര്യം നോക്കണം. ഏത് കാലഘട്ടത്തിലാണ് പ്രസ്തുത കൃതി എഴുതിയത് എന്ന് നോക്കണം. ഗ്രന്ഥം രചിക്കപ്പെട്ട സ്ഥലം ഏതാണ് എന്നും പരിശോധിക്കേണ്ടതാണ്. കബീർ, മീരാബായി എന്നിവരുടെ പുതിയ ഭക്തിമാർഗം വിശകലനം ചെയ്യുക. ഉത്തരേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള സന്യാസി കവിയായിരുന്നു കബീർ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹിന്ദു സന്യാസിമാരുമായും സൂഫി സന്യാസിമാരുമായും വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. സ്നേഹത്തിൻ്റെ മതമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. സ്നേഹത്തിൻ്റെ മതമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. അദ്ദേഹത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന കീർത്തനങ്ങൾ 3 വ്യത്യസ്ത പാരമ്പര്യങ്ങളിലാണ് സമാഹരിക്കപ്പെട്ടത്. കബീർ ബീജക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ സാഹിബ് എന്നിവയാണവ. കബീർ ബീജക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ സാഹിബ്. കബീറിൻ്റെ കൃതികളിൽ എല്ലാ അർത്ഥങ്ങളും തലകീഴായ മട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ വിശദീകരിക്കാനായി കബീർ ഇസ്ലാമിക വേദാന്ത യോഗ പാരമ്പര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തെ വിശദീകരിക്കാൻ കബീർ ഇസ്ലാമിക വേദാന്ത യോഗ പാരമ്പര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വ്യത്യസ്തവും ചിലപ്പോൾ പരസ്പര വിരുദ്ധവുമായ ആശയങ്ങൾ കബീറിൻ്റെ കവിതകളിൽ പ്രകടമാണ്. ബഹുദൈവ വിശ്വാസത്തെയും വിഗ്രഹാരാധനയും എതിർത്തുകൊണ്ട് അദ്ദേഹം കവിതകൾ രചിച്ചിട്ടുണ്ട്. മറ്റു ചിലതിൽ സൂഫി സങ്കല്പമായിട്ടുള്ള സ്നേഹത്തെ ഉയർത്തിക്കാട്ടി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം നിരാകരിച്ചു. ദൈവാരാധനയിലൂടെ മോക്ഷം സാധ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദൈവാരാധനയിലൂടെ മോക്ഷം സാധ്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ മഹത്വം ഉയർത്തിക്കാട്ടി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം എതിർത്തു. മീരാബായ് ഭക്തി പാരമ്പര്യത്തിലെ പ്രശസ്ത വനിതാ കവി സന്യാസിയായിരുന്നു മീരാബായ്. അവർ ഒരു രജപുത്ര രാജകുമാരിയായിരുന്നു. അവർ ഒരു കൃഷ്ണഭക്തയുമായിരുന്നു. കൃഷ്ണനെ തൻ്റെ പ്രേമവാചനമായി അവർ കരുതി. തീവ്രമായ ഭക്തി പ്രകടിപ്പിക്കുന്ന അസംഖ്യം കീർത്തനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഈ ഭജനകൾ നൂറ്റാണ്ടുകളോളം വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു. മീരാബായിയുടെ ഗുരു ഒരു തുകൽ പണിക്കാരനായ റായ് ദാസ് ആയിരുന്നു. അവർ ജാതി സമൂഹത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല ചോദ്യപേപ്പറുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇവ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരമാവധി 60% മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇത് മാത്രം പഠിച്ചാൽ പോരാട്ടോ, ജയിക്കാനുള്ള മാർക്ക് മാത്രമാണ് ഇത് പഠിച്ചാൽ കിട്ടുകയുള്ളൂ. മറ്റു ക്ലാസ്സുകളും കൂടി കാണുക. എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.